ഹായ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന തസ്തികയുടെ സിലബസിനെ കുറിച്ചാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ITയിലെ അധ്യാപകന് പറയുന്ന പോസ്റ്റിൻ്റെ പേരാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. സോ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന തസ്തികയിലേക്കുള്ള വിജ്ഞാപനം PSC ഉടൻ തന്നെ പുറപ്പെടുവിക്കാൻ പോവുകയാണ്. സോ നമുക്കതിൻ്റെ സിലബസിലേക്ക് കിടക്കാം. ഒരു ടെൻറ്റേറ്റീവ് സിലബസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സോ നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ വരുമ്പോഴത്തേക്ക് നമുക്ക് ഓട്ടോമൊബൈൽ ആണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു IT സബ്ജക്റ്റുകൾ നമ്മൾ പഠിച്ചാലും നമ്മൾ മെയിനായിട്ട് പഠിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം അതിൽ മെയിനായിട്ട് വരുന്ന ഒരു ജനറൽ ടോപ്പിക് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം, വർക്ക്ഷോപ്പ് സേഫ്റ്റി. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പോസ്റ്റിൽ വർക്ക്ഷോപ്പ് സേഫ്റ്റി എന്ന് പറയുന്നത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളൊരു പോർഷനാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ എന്താണ് സ്കോപ്പ് ഓഫ് ദ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ഒക്കുപേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രാക്ടീസ്, നോളജ് ഓഫ് പേഴ്സണൽ സേഫ്റ്റി ആൻഡ് ജനറൽ പ്രിക്കോഷൻസ് ഒബ്സർവ്ഡ് ഇൻ ദ ഷോപ്പ്, സേഫ്റ്റി പ്രാക്ടീസ്, ഫയർ എക്സ്റ്റിംഗ്വിഷേഴ്സ് എന്ന് തുടങ്ങിയ ആ സേഫ്റ്റിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമുക്കവിടെ പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ മുൻകാലങ്ങളിൽ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം തന്നെയാണ്. ഇനി രണ്ടാമത് വരുമ്പോഴത്തേക്ക് നമുക്കറിയാം എഞ്ചിനീയറിംഗ് മെഷർമെൻറ്റ്. നമുക്കറിയാം അല്ലേ, നമ്മൾ ഉപയോഗിക്കുന്ന മെഷറിംഗ് ടൂൾസ്. അപ്പോൾ ആ ടൂൾസിൻ്റെ പേര് മാത്രം പറഞ്ഞാൽ മതിയോ? പോരാ. അപ്പം മെഷറിംഗ് ടൂൾസ് എന്താണ്, അത് എന്ത് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്നത്, ആ മെഷർ ചെയ്യുന്ന ടൂള് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, തുടങ്ങിയ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്താണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. കാരണം അതൊക്കെയായിരുന്നു മുൻകാലങ്ങളിലെ ചോദ്യങ്ങളായിട്ട് വന്നിട്ടുള്ള ഭാഗങ്ങൾ. സോ അതിനകത്ത് നമുക്കറിയാം എന്താണ് വെർനിയർ കാലിപ്പർ ഉണ്ട്, മൈക്രോമീറ്റർ ഉണ്ട്. സോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ നോക്കുമ്പോൾ ഡിവൈഡർ ഉണ്ട്, കാലിപ്പേഴ്സ് ഉണ്ട്, സർഫസ് ഗേജസ് ഉണ്ട്, സ്ക്രൈബർ ഉണ്ട്, ഹാൻഡ് ടൂൾ. അപ്പം പിന്നീട് വരുമ്പോൾ അതിനകത്ത് ഹാൻഡ് ടൂൾസ്, ചിസല്, ആംഗിൾ ഓഫ് ചിസൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്കവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടത്. നമുക്ക് മുൻകാലങ്ങളിൽ നമ്മൾ ഈ ഭാഗത്തു നിന്ന് കുറേ ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇനി അടുത്ത വരുന്നതാണ് ബേസിക് വർക്ക്ഷോപ്പ് പ്രാക്ടീസ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ചില മെഷീൻസും അതിൻ്റെ ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടൊക്കെയാണ് അവിടെ പഠിക്കുക. നമുക്ക് ആദ്യം തന്നെ ഡ്രില്ലിംഗ് മെഷീനെ കുറിച്ച് അവിടെ പഠിക്കേണ്ടതുണ്ട്. ഡ്രില്ലിംഗ് മെഷീൻസ്, അതിൻ്റെ കട്ടിങ് സ്പീഡ്, ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ മെഷീൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കവിടെ പഠിക്കാറുണ്ട്. പിന്നെ വരുമ്പോഴത്തേക്ക് ജോയിൻസിനെ കുറിച്ച്, റിവേറ്റഡ് ജോയിൻസ്, പിന്നെ അതുപോലെ തന്നെ ബ്രേസിങ്, സോൾഡറിങ്, അതുപോലെ തന്നെ വെൽഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ആ വർക്ക്ഷോപ്പ് പ്രാക്ടീസ് റിലേറ്റഡ് ആയിട്ട് പഠിക്കാനുണ്ട്. പിന്നെ നമുക്കറിയാം ബേസിക്സ് എന്തിൻ്റെയൊക്കെയെന്ന് വെച്ചാൽ ഇലക്ട്രിക്കലിൻ്റെയും ഇലക്ട്രോണിക്സിൻ്റെയും ബേസിക്സ് നമുക്കിവിടെ പഠിക്കേണ്ടത്. നമുക്കറിയാം ഇലക്ട്രിക്കലിൻ്റെ ബേസിക്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എന്താണ് റെസിസ്റ്റൻസ്, എന്താണ് കറണ്ട്, വോൾട്ടേജ്, അതിൻ്റെ യൂണിറ്റ്, അതൊക്കെ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അത്യാവശ്യം ആ ബേസ് ലെവലിൽ നിന്നുള്ള കാര്യങ്ങളാണ് ബേസിക് ഇലക്ട്രിക്കലിനകത്ത്. അതുപോലെ തന്നെ ബേസിക് ഇലക്ട്രോണിക്സ് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ കാര്യം എന്താണ് മോസ്ഫെറ്റ്, അതുപോലെ തന്നെ UJT തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ബേസിക് ഇലക്ട്രോണിക്സ് വരുമ്പോഴത്തേക്ക് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ അടുത്ത ഒരു ജനറൽ ടോപ്പിക്കാണ് എന്താണ് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക്സ്. അതിനകത്ത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഹൈഡ്രോളിക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഹൈഡ്രോളിക് ബ്രേക്ക് നമുക്കറിയാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ബേസ് ആയിട്ട് അറിയാവുന്ന കുറേ കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്കറിയാം, പാസ്കസ് ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്, അല്ലെങ്കിൽ പ്രഷർ മെഷർമെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. ദെൻ നമ്മൾ നമ്മുടെ കോർ സബ്ജക്റ്റിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ എൻജിൻസിനെ കുറിച്ചാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ എൻജിൻ വരുമ്പോഴേ നമുക്ക് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് വെഹിക്കിൾ ആൻഡ് എൻജിൻ. അപ്പം നമുക്കറിയാം എൻജിൻസ് പലതരമുണ്ട്, അല്ലേ? നമ്മൾ എൻജിൻസിനെ തന്നെ നമുക്ക് എന്താണ് IC എൻജിൻ, EC എൻജിൻ എന്ന് ക്ലാസിഫൈ ചെയ്യാം. പിന്നെ അതിനുശേഷം IC എൻജിൻ്റെ വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ആ മൊഡ്യൂളിലേക്ക് ഡിസ്കസ് ചെയ്യുക. ദെൻ എൻജിൻ കമ്പോണൻസ് വരുന്നുണ്ട്. നമുക്കറിയാം ഓരോ കമ്പോണൻറ്റും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആ കമ്പോണൻറ്റ് ഏത് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അലോയ്സ് ആണെങ്കിൽ ഏതൊക്കെ മെറ്റൽസ് അല്ലെങ്കിൽ നോൺ മെറ്റൽസ് ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കവിടെ പഠിക്കേണ്ടതായിട്ട് വരും. ദെൻ ഓട്ടോമൊബൈൽ, നമുക്കറിയാം ഓട്ടോമൊബൈലിൽ ഒരുപാട് സിസ്റ്റംസ് ഉണ്ടല്ലേ, അതിൻ്റെ സപ്പോർട്ടിംഗ് ആയിട്ട് ഒരുപാട് സിസ്റ്റംസ് വരുന്നുണ്ട്. ആ സിസ്റ്റംസ് എല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കാം എന്താണ് കൂളിംഗ് സിസ്റ്റം ഉണ്ട്, ലൂബ്രിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ കൂളിംഗ് സിസ്റ്റം, ലൂബ്രിക്കേഷൻ സിസ്റ്റം എന്ന് വളരെ ഡീപ്പായിട്ടാണ് നമ്മൾ പഠിക്കേണ്ടി വരും. എൻജിൻ കൂളിംഗ് സിസ്റ്റം, അതിൻ്റെ കമ്പോണൻസ് ഓഫ് വാട്ടർ കൂളിംഗ് സിസ്റ്റം, ദെൻ എൻജിൻ ലൂബ്രിക്കേറ്റിംഗ് സിസ്റ്റം,
ഓയിൽ പമ്പ് ആൻഡ് ഫിൽറ്റർ, ലൂബ്രിക്കൻറ്റ്. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂബ്രിക്കൻറ്റിനെ കുറിച്ച് അറിയണം. അവിടുത്തെ ഒരു ലൂബ്രിക്കേഷൻ സിസ്റ്റത്തിൽ എന്തൊക്കെ പാർട്ടുകൾ അതിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡയഗ്രാം ഒക്കെ വെച്ചൊക്കെ തന്നെ കൃത്യമായി പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ദെൻ ഇൻടേക്ക് എക്സോസ്റ്റ് സിസ്റ്റം വരുന്നുണ്ട്. അതിനുശേഷം ഫ്യൂവൽ സിസ്റ്റം നമുക്കറിയാം, CRDI, MBFI തുടങ്ങിയ ആ സിസ്റ്റത്തെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കണം. പിന്നെ എൻജിൻ പെർഫോമൻസ് ടെസ്റ്റിങ്, അതുപോലെ തന്നെ എമിഷൻ കൺട്രോൾ സിസ്റ്റം. നമുക്ക് എമിഷൻ കൺട്രോൾ സിസ്റ്റത്തിൽ നിന്നൊക്കെ നമുക്ക് 1-2 ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഏരിയകളാണ്. ദെൻ വരുമ്പോഴത്തേക്കാണ് ട്രാൻസ്മിഷൻ സിസ്റ്റം മെയിനായിട്ട് അല്ലേ. മേജർ സിസ്റ്റംസ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്, ക്ലച്ച്, ഗിയർ ഷിഫ്റ്റിംഗ് മെക്കാനിസം, ഗിയർ ബോക്സ് തുടങ്ങിയ കാര്യങ്ങൾ, ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ കൂടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എവിടെ വരിക, നമ്മുടെ ഈ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്ന ഭാഗത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം സ്റ്റിയറിംഗ് ആൻഡ് സസ്പെൻഷൻ സിസ്റ്റം. അപ്പം ടൈപ്സ് ഓഫ് എന്താണ് സ്റ്റിയറിങ്ങിൻ്റെ മെക്കാനിസംസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടി വരും. പിന്നെ സസ്പെൻഷൻ സിസ്റ്റം, അതുകൊണ്ട് തന്നെ നമ്മൾ ഷോക്ക് അബ്സോർബറിനെ കുറിച്ച് പഠിക്കേണ്ടി വരും. പിന്നെ ടയറും വീൽസും ഒക്കെ ആ ഒരു ഭാഗത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ദെൻ ബ്രേക്ക് സിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രേക്സിനെ കുറിച്ചാണ് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ മോട്ടോർ വെഹിക്കിൾ ആക്ട്, എഞ്ചിൻ ട്രബിൾ ഷൂട്ടിംഗ്. മോട്ടോർ വെഹിക്കിൾ ആക്ട് നമുക്കറിയാം, അതിന് കുറച്ച് ലോസും കാര്യങ്ങളൊക്കെയാണ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ എയർ കണ്ടീഷനിങ് സിസ്റ്റം, വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന എയർ കണ്ടീഷനിങ് സിസ്റ്റം, അതിൻ്റെ ബേസിക്സും മാത്രമാണ് അവിടെ പഠിക്കാനുള്ളത്. പിന്നെ വെഹിക്കിൾ ഇൻഫർമേഷൻ ആൻഡ് ഡ്രൈവിംഗ് പ്രാക്ടീസസ്, അതിൻ്റെ ഒരു സർവീസ് ഇൻഫർമേഷൻ, നമ്മുടെ ഒരു വെഹിക്കിളിനെ കുറിച്ചുള്ള സർവീസ് ഇൻഫർമേഷൻ കുറച്ച് നമ്മളൊന്ന് അത്യാവശ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ദെൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റംസ്, നമ്മുടെ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് സിസ്റ്റത്തിനെ കുറിച്ചാണ് പിന്നെ അടുത്തൊരു നമ്മളൊരു മൊഡ്യൂളായിട്ട് തന്നെ തിരിച്ചിരിക്കുകയാണ്. അതിൽ ഇലക്ട്രോണിക് കൺട്രോൾ സിസ്റ്റംസ് നമ്മൾ ആദ്യം പഠിക്കണം. പിന്നെ അതിനുശേഷം ചാർജിങ് ആൻഡ് സ്റ്റാർട്ടിങ് സിസ്റ്റം, ദെൻ ലൈറ്റിംഗ് സിസ്റ്റം, ഇലക്ട്രിക്കൽ കമ്പോണൻറ്റ്സ് എന്നിവയാണ് ആ ഒരു ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്ന തസ്തികയിൽ നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കറിയാം ITI ഒരു അധ്യാപകൻ്റെ ഒഴിവായ മീൻസ് ആ ഒരു തസ്തിക ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡിപ്ലോമയാണ് യോഗ്യത. അതുപോലെ തന്നെ ഡിപ്ലോമ BTECും കഴിഞ്ഞ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ പഠിച്ചവർക്ക് നമുക്കിതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ITI അധ്യാപന എന്ന പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ സിലബസും നമ്മൾ ITIയിലെ ആ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ടായിരിക്കും. സോ നിമി എന്ന് പറയുന്ന ടെക്സ്റ്റിൽ നിന്നും നമ്മളെടുത്ത ഒരു ടെൻറ്റേറ്റീവ് സിലബസാണ് നമ്മളിതിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും നമ്മൾ മുൻകാലത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തതിൽ നിന്നും മനസ്സിലായ നമുക്ക് ഉള്ള ഭാഗങ്ങളാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ ഇതിൽ നിന്നും തന്നെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യനുകൾ ഒരു 99% ഉണ്ടാവുക. സോ കൃത്യമായ രീതിയിൽ നമുക്കൊരു പഠനം ഉണ്ടെങ്കിൽ ഈ എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഈ ഒരു ജൂനിയർ ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സ് മാർച്ച് മാസം ഏണസ്റ്റ് അക്കാഡമി ആരംഭിക്കുകയാണ്. ഈ കോഴ്സിനെ കുറിച്ചും ഇതിൻ്റെ ഫർദർ ഡീറ്റെയിൽസിനെ കുറിച്ചും അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.